الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم ترى الظالمين مشفقين مما كسبوا وهو واقع بهم والذين آمنوا وعملوا الصالحات في روضات الجنات لهم ما يشاءون عند ربهم ذلك هو الفضل الكبير വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തുമെല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതു സമയത്ത് എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുവാനും റബ്ബിന്റെ സ്വർഗത്തിൽ എത്തിച്ചേരുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 42-ാമത്തെ അധ്യായം സൂറത്തുൽ ശൂറയിലെ 21-22 ആയത്തുകളാണ് ഓതി വെച്ചത്. കഴിഞ്ഞ 2 ഖുതുബകളിലായി ബിദ്അത്തിന്റെ ഗൗരവമാണ്, അതിന്റെ വിശദാംശങ്ങളാണ് നാം മനസ്സിലാക്കിയത്. എന്താണ് ബിദ്അത്ത് എന്നും ഒരു കാര്യം എപ്പോഴാണ് ബിദ്അത്ത് ആവുക എന്നും അതുമായി ബന്ധപ്പെട്ട പ്രവാചകൻ നൽകിയ താക്കീതുകളുമൊക്കെ കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കി.
മറ്റേത് തിന്മകളെക്കാളും അധികം ഗൗരവമായി പഠിപ്പിക്കപ്പെട്ട ഒന്നാണ് ബിദ്അത്ത് എന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി ബിദ്അത്ത് ചെയ്യുന്നത് അല്ലാഹുവിലേക്ക് അടുക്കുവാനാണെങ്കിലും യഥാർത്ഥത്തിൽ ബിദ്അത്തിലൂടെ ഒരാൾ ചെയ്യുക അല്ലാഹുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. റബ്ബിന്റെ സാമീപ്യം നേടാൻ വേണ്ടി ചെയ്യുന്നു, പക്ഷെ സംഭവിക്കുന്നത് റബ്ബിൽ നിന്നവൻ അകന്നുകൊണ്ടിരിക്കുന്നു. അഹ്ലുസുന്നയുടെ പ്രഗത്ഭനായ പണ്ഡിതൻ അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, മസ്ദാദ സാഹിബു ബിദ്അത്തിൻ ഇജ്തിഹാദൻ ഇല്ലാ സ്ദാദ മിനല്ലാഹി ബുഅദ. ഒരു ബിദ്അത്തിന്റെ ആൾ ആ വഴിയിൽ എത്രമാത്രം പരിശ്രമിക്കുന്നുവോ അത്രയും അയാൾ അല്ലാഹുവിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. അയാൾക്ക് അകൽച്ചയില്ലാതെ വർദ്ധിക്കുകയില്ല എന്നാണ്. ബിദ്അത്ത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ളതല്ല, അല്ലാഹുവിൽ നിന്ന് അകറ്റാനുള്ളതാണ് ബിദ്അത്ത് എന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഖവാരിജുകൾ എന്ന ബിദ്അഈ സംഘത്തെക്കുറിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി നമ്മെ താക്കീത് ചെയ്തപ്പോൾ പറഞ്ഞു, അവർ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് തെറിച്ചു പോകുമെന്ന്. യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ്യ. ഒരു വേട്ട മൃഗത്തിനെ തുളച്ചുകൊണ്ട് അമ്പ് പുറത്തേക്ക് പോകുന്നത് പോലെ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അവർ പുറത്തു പോകുമെന്നാണ് ഖവാരിജെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത്. അതേസമയം അവർ ധാരാളമായി നിസ്കരിച്ചവരാണ്, ധാരാളം നോമ്പെടുത്തവരാണ്, ധാരാളം അമലുകൾ ചെയ്തവരാണ്. ഹദീസിൽ കാണാം, അവിടെ സവിശേഷത പറയുമ്പോൾ തഹ്ഖിറൂന സ്വലാതകും മഅ സ്വലാത്തിഹിം. നബി തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, ഈ ഉമ്മത്തിൽ ചില ആളുകൾ ശേഷം വരാനുണ്ട്, അവർക്ക് നിസ്കാരം കണ്ടാൽ നിങ്ങളുടെ നിസ്കാരമൊക്കെ നിസ്സാരമായി തോന്നും, നിങ്ങൾക്ക് അത്ര വലിയ നിസ്കാരക്കാരായിരിക്കും അവർ. വസിയാമക്കും മഅ സിയാമിഹിം. നിങ്ങളുടെ നോമ്പും അവരുടെ നോമ്പും കൂടെ നോക്കിയാൽ നിങ്ങളുടെ നോമ്പൊക്കെ എത്രയോ നിസ്സാരമാണെന്ന് തോന്നും. വഅമലക്കും മഅ അമലിഹിം. അവിടെ അമലുകൾ നിങ്ങളുടെ അമലുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ അമലൊന്നും ഒന്നുമല്ല എന്ന് തോന്നും. വയഖറഊനൽ ഖുർആൻ ലാ യുജാവിസു ഹനാജിറഹും. അവർ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ തൊണ്ടക്കുഴിയിൽ നിന്ന് ആ ഖുർആൻ ഉള്ളിലേക്ക് ഇറങ്ങുകയില്ല. ഇത്രയേറെ നിസ്കരിച്ച നോമ്പെടുത്ത അമലുകൾ ചെയ്ത ധാരാളമായി ഖുർആൻ ഓതിയ ആ സമൂഹത്തെ കുറിച്ച് നബി തങ്ങൾ പിന്നീട് പറഞ്ഞത് അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകുമെന്നാണ്. ഒരു വേട്ടമൃഗത്തെ തുളച്ചു കയറി ആ അമ്പ് പുറത്തേക്ക് പോകുന്നത് പോലെ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അവര് പുറത്തേക്ക് പോകുമെന്നാണ് ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പഠിപ്പിക്കപ്പെടുന്നത്. അഥവാ ബിദ്അത്തിന്റെ ഗൗരവം, ഒന്ന്, ബിദ്അത്ത് ചെയ്യുന്നവൻ ആ ബിദ്അത്ത് എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുവോ അത്ര കണ്ട് പടച്ച റബ്ബിൽ നിന്ന് അയാൾ അകന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. രണ്ടാമത്, ബിദ്അത്തുള്ള ഒരു മനുഷ്യൻ ആ ചില ബിദ്അത്തുകളെ എല്ലാ അമലിനെയും ബാത്തിലാക്കുന്നതാണെങ്കിൽ മറ്റു ചില ബിദ്അത്തുകൾ ഏതിലാണോ ബിദ്അത്തുള്ളത് ആ അമലിനെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. ആ അമൽ സ്വീകരിക്കപ്പെടാതെ തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നർത്ഥം. കഴിഞ്ഞ ഖുതുബയിൽ നാം ഓർമ്മപ്പെടുത്തിയ പ്രവാചക വചനം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പന ഇല്ലാത്ത ഒരു അമൽ വല്ലവനും ചെയ്യുന്നുവെങ്കിൽ തള്ളപ്പെടുന്ന കാര്യമാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി, യഥാർത്ഥത്തിൽ മതത്തിൽ ബിദ്അത്ത് ഉണ്ടാക്കുന്നവർ ശരീഅത്താണ്, മത നിയമമാണ് അവൻ ഉണ്ടാക്കുന്നത്. പടച്ച റബ്ബിന് മാത്രം അധികാരമുള്ളതാണ്, അല്ലാഹുവിന്റെ മാത്രം അവകാശമാണ് അല്ലാഹുവിന്റെ ദീനിൽ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നത്. അവിടെ ഇവൻ പുതിയ കാര്യം കൊണ്ടുവരികയും ഇതും നല്ലതാണ് എന്ന് വാദിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു തആല പഠിപ്പിക്കാത്ത ഒന്ന് നല്ലതാണ് എന്നാണല്ലോ അവൻ വാദിക്കുന്നത്. അഥവാ മതത്തിൽ നല്ലതും ചീത്തയും തീരുമാനിക്കാൻ, മതത്തിൽ നല്ല നല്ല അമലുകളെ ഉണ്ടാക്കിയെടുക്കാൻ മാത്രം അവകാശമുള്ളവനാണ് അവൻ എന്നാണ് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ് ബിദ്അത്തിന്റെ നിർവചനം പറയുമ്പോൾ യുലാഹി അശ്ശറഇയ്യ, ശറഇയ്യത്തോട്
കിടപിടിക്കുന്ന രൂപത്തിലാണ് ബിദ്അത്തുകൾ കടന്നു വരിക എന്നാണ്. അള്ളാഹുവിന്റെ സ്ഥാനം അവൻ സ്വയം ഏറ്റെടുക്കുകയും അവനും ശരീഅത്തുണ്ടാക്കാൻ അധികാരമുള്ളവനായി സ്വയം അവകാശപ്പെടുകയുമാണ് യഥാർത്ഥവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓതി വെച്ച ആയത്ത് അത്തരം വിഷയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദം ബിഹില്ല. അല്ലാഹു തആല അനുവദിച്ചിട്ടില്ലാത്ത, അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യം ദീനിൽ നിയമമായി കൊണ്ടുവരാൻ അധികാരമുള്ള വല്ല ശുറകാഉമുണ്ടോ അവർക്ക്, പങ്കുകാരുമുണ്ടോ അവർക്ക്? ഏത് ശരീക്കുമാരാണ്, ഏത് പങ്കുകാരാണ് അവർക്കുള്ളത്? അല്ലാഹുവിന്റെ ദീനിൽ നിയമമുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നവർ എന്ന് അല്ലാഹു തആല ചോദിക്കുകയും അങ്ങനെ ചെയ്യുന്ന ആളുകൾ അക്രമികളാണെന്ന് പറയുകയും ഇത്തരം അക്രമികൾക്ക് വലിയ വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഒരു ആയത്തിലൂടെ. നാലാമതായി ബിദ്അത്ത് ചെയ്യുന്നവൻ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിർവഹണത്തെയാണ് അവൻ സംശയിക്കുന്നത്. നബി തങ്ങളെല്ലാം പഠിപ്പിച്ചു പോയി, ദീനെ പൂർണ്ണമായും പഠിപ്പിച്ചു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾ ദീനില ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് ഖുർആനിക ആയത്ത് പോലും ഇറങ്ങി. ആ ആയത്ത് നബി തങ്ങൾ ഓതി കേൾപ്പിച്ചു. ആ ആയത്ത് ഇറങ്ങിയതിനു ശേഷം പിന്നെ 3 മാസക്കാലമാണ് നബി തങ്ങൾ ജീവിച്ചത്. ദുൽഹിജ്ജ 9-നാണ് ആയത്ത് ഇറങ്ങിയത്. ആ ദുൽഹിജ്ജ കഴിഞ്ഞ് മുഹറമും സഫറും കഴിഞ്ഞ് റബീഉൽ അവ്വൽ 12-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും ചെയ്തു. നബി തങ്ങൾ വഫാത്താകുന്നതിന് 3 മാസം മുമ്പാണ് സൂറത്തുൽ മാഇദയിലെ ഈ ആയത്ത് അവതരിക്കുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളെ ദീനില ഇന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പൊ ദീന് പൂർത്തിയായി എന്ന് അല്ലാഹ് പറയുന്നു. അത് പൂർത്തിയാക്കി തന്നുവെന്ന് നബി തങ്ങൾ പറയുന്നു. നബി തങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതൊക്കെ കാര്യമുണ്ടോ ഞാൻ നിങ്ങളെ അറിയിക്കാതെ പോയിട്ടില്ല. ഈ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് നബി തങ്ങൾ സ്വഹാബത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കിതെല്ലാം പഠിപ്പിച്ചു തന്നില്ലയോ? അതേ സ്വഹാബത്ത് പറഞ്ഞത്, നബിയെ ബല്ലഗത റിസാല വഅദ്ദൈതൽ അമാന, നബിയെ താങ്കൾ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു, താങ്കൾ ഏൽപ്പിച്ച അമാനത്ത് നിർവഹിച്ചു കഴിഞ്ഞു നബിയെ എന്ന് സ്വഹാബിമാർ അംഗീകരിക്കുകയും അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാവണേ, എന്നെ ഏൽപ്പിച്ച ദൗത്യമില്ല ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായും പഠിപ്പിച്ചിട്ടുണ്ട്, ഇത് അവർ അംഗീകരിച്ചിരിക്കുന്നു, റബ്ബേ നീ സാക്ഷിയാവണമെന്ന് അല്ലാഹു തആല റസൂൽ പ്രഖ്യാപിക്കുകയും ചെയ്ത രംഗമുണ്ട് ഹജ്ജത്തുൽ വിദാഇൽ. എന്നാൽ ആ നബി തങ്ങളെ പഠിപ്പിക്കാത്ത ഒന്ന്, സ്വഹാബിമാർ ചെയ്യാത്ത ഒന്ന് പിൽക്കാലത്ത് കൊണ്ടുവരികയും ഇതൊക്കെ ദീനാണ്, മതമാണ് എന്ന് അയാൾ വാദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ യഥാർത്ഥത്തിന്റെ വാദം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നല്ല കാര്യമായിട്ട് കൂടി പഠിപ്പിക്കാതെ പോവുകയും എന്നിട്ടും എല്ലാം പഠിപ്പിച്ചുവെന്ന് നമ്മെ പറഞ്ഞ് കബളിപ്പിക്കുകയും ചെയ്തുവെന്നല്ലേ സഹോദരങ്ങളെ? അതിനർത്ഥം സുബ്ഹാനല്ലാഹ് അത് പറയാവതാണോ? നബി തങ്ങൾ പറയുന്നു എല്ലാം ഞാൻ പഠിപ്പിച്ചു, ഇവൻ പറയുന്നു നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നല്ല കാര്യമാണ്, അഥവാ ഇക്കാര്യം നല്ലതായിട്ടും നബി തങ്ങൾ പഠിപ്പിച്ചില്ല, എന്നിട്ട് നബി നമ്മോട് പറഞ്ഞു എല്ലാ നല്ലതും പഠിപ്പിച്ചുവെന്ന്. അപ്പൊ നബി തങ്ങൾ കളവ് പറഞ്ഞു, നബി തങ്ങൾ നമ്മെ വഞ്ചിച്ചുവെന്നാണ് ഇവൻ വാദിക്കുന്നത് എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നു. മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അല്ലാഹുവിന്റെ ദീനിൽ ഒരു പുതിയ ആചാരം എടുത്ത് കൊണ്ടുവരികയും നല്ലതാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ വാദിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ്. കാരണം കാരണം അല്ലാഹു തആല പറഞ്ഞു നിങ്ങളെ ദീനില ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന്. പക്ഷെ ഇവൻ പറയുന്നു ആ പൂർത്തിയാക്കിയ ദീൻ ഇല്ലെങ്കിലും ഇത് നല്ല കാര്യമാണ് എന്ന്. അതുകൊണ്ട് അവന്റെ വാദം അല്ലാഹുവിന്റെ റസൂൽ നമ്മെ വഞ്ചിച്ചുവെന്നാണ് അവൻ വാദിക്കുന്നത് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ബിദ്അത്തുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അത്രമേൽ ഗൗരവമാണ് എന്നർത്ഥം. അഞ്ചാമതായി ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യൻ അവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിനാൽ ശപിക്കപ്പെട്ടവനാണ്. മതത്തിലേക്ക് പുത്തനാചാരം കൊണ്ടുവരുന്നവനെ നബി തങ്ങൾ ശപിച്ചുവെന്ന് ഹദീസിൽ കാണാം. നബി തങ്ങൾ പറഞ്ഞു, മൻ അഹ്ദസ ഹദസൻ ഔ ആവാ മുഹ്ദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ
എന്നാണ്. മൻ ആവാ മുഹ്ദിസൻ ഔ മൻ ആവാ മുഹ്ദസൻ, ഒരു പുത്തനാചാരത്തിന് ഒരാൾ അഭയം നൽകിയാൽ മതത്തിന് അതിന് വളരാനും അത് ഉഷാറാകാനും വേണ്ട സപ്പോർട്ട് നൽകി, അതിന് അഭയം നൽകി, അങ്ങനെ മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട പിൽക്കിത്തു വന്ന ഒരു പുത്തനാചാരത്തിന് ഒരാൾ അഭയം നൽകുന്നുവെങ്കിൽ അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്, വൽ മലായിക മലക്കുകളുടെ ശാപമുണ്ട്, വന്നാസി അജ്മഈൻ മുഴുവൻ ആളുകളുടെയും ശാപം അവനുണ്ട് എന്നാണ് ഈ ഹദീസ്. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖത്താബി റഹിമഹുല്ലാഹ് പറയുന്നു, ഇവിടെ ഈ ശപിക്കപ്പെട്ട കാര്യം എന്നത് വഹുവൽ അംറുൽ മുഹ്ദസു വൽ അമലുൽ മുബ്തദഉ അല്ലദീ ലം തജ്രി ബിഹി സുന്നത്തുൻ വലം യതഖദ്ദം ബിഹി അമലുൻ, അഥവാ നബി തങ്ങളുടെ സുന്നത്തിൽ ഇല്ലാത്ത, ആദ്യകാല തലമുറകൾ ചെയ്തിട്ടില്ലാത്ത മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന അമലുകളെയാണ് ഈ ഹദീസ് ഉദ്ദേശിച്ചത്. അത്തരം അമൽ ഒരാൾ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അത്തരം അമൽ ഒരാൾ അംഗീകാരം കൊടുക്കുന്നു, അത് വളരാനും അത് ഉഷാറാക്കാനും വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു എങ്കിൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസ് അജ്മഈൻ, ഇവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്, മലക്കുകളുടെ ശാപമുണ്ട്, അതേപോലെ മുഴുവൻ ആളുകളുടെയും ശാപമുണ്ട് എന്നാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 കൂട്ടം ആളുകളെ ശപിച്ചിരിക്കുന്നുവെന്നാണ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു 4 വിഭാഗം ആളുകളെ. അതിൽ ഒന്ന് പറഞ്ഞത് മതത്തിലേക്ക് പുത്തനാചാരങ്ങളെ കൊണ്ടുവന്നുവെന്ന അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. മന്നാവാ മുഹ്ദസ, ഒരു പുത്തനാചാരത്തിന് അഭയം നൽകിയവനെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നുവെന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. 4 വിഭാഗത്തെ ശപിച്ചപ്പോൾ ഒന്നതാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ ദീനിൽ പുതുതായി കൂട്ടിച്ചേർക്കുന്ന ആളുകൾ, അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങൾക്ക് അഭയം നൽകുന്ന ആളുകൾ, അതിന് പ്രോത്സാഹനവും അതിന് പ്രചോദനവും നൽകി പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നുവെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതേപോലെ 6ാമതായി പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്, അല്ലാഹുവിന്റെ മതത്തിലേക്ക് പുതിയ കാര്യം കൊണ്ടുവരുന്നുവെങ്കിൽ തുൻസഉ മിൻഹുൽ ഇസ്മ വയൂകൽ ഇലാ നഫ്സിഹി എന്നാണ്. പടച്ച റബ്ബിന്റെ ഒരു കാവൽ, പടച്ച റബ്ബിന്റെ ഒരു സംരക്ഷണം നഷ്ടപ്പെടുകയും വയൂകലു ഇലാ നഫ്സിഹി, അവനിലേക്ക് തന്നെ ഏൽപ്പിക്കപ്പെടുകയും ചെയ്യും. ഇസ്മത്ത് പോകും, സുരക്ഷിതത്വമില്ല, പടച്ച റബ്ബിന്റെ കാവലില്ല. അല്ലാഹുവിന്റെ ദീനിൽ അല്ലാഹ് പറയാത്ത ഒന്ന്, അവന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒന്ന് ഇവന്റെ വക കൊണ്ടുവരികയും അത് നല്ലതാണ് എന്ന് വാദിക്കുകയുമാണല്ലോ അവൻ ചെയ്യുന്നത്. അതോടുകൂടി അല്ലാഹു തആല അവനെ കൈയൊഴിയുന്നു. പിന്നെ റബ്ബിന്റെ സംരക്ഷണം അവനില്ല, അവന്റെ കാര്യം അവനെ തന്നെ അല്ലാഹു തആല ഏൽപ്പിക്കുമെന്നാണ് മുൻഗാമികൾ പ്രമാണം അടിസ്ഥാനമാക്കി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി ധാരാളം അധ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവസാനം നാളെ പാരത്രിക ലോകത്ത് അവൻ ഹൗദുൽ കൗസർ പോലും തടയപ്പെടുമെന്ന് ഹദീസിൽ കാണാം. നബി തങ്ങൾ പറയുന്നു, എന്റെ ഉമ്മത്തിന് ഞാൻ ഹൗദിൽ നിന്ന് വെള്ളം നൽകിക്കൊണ്ടിരിക്കും. അങ്ങനെ വെള്ളം കുടിക്കാനായി എന്റെ ഉമ്മത്ത് വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ തടയപ്പെടും. അവിടെ വെള്ളം കുടിക്കാൻ അനുവാദമില്ലാതെ തടയപ്പെടുമ്പോൾ ഞാൻ പറയും, യാ റബ്ബി ഉസൈഹാബി, അല്ലാഹുവേ എന്റെ അനുയായികളാണല്ലോ, എന്റെ ഉമ്മത്താണല്ലോ റബ്ബേ, അവരും വെള്ളം കുടിക്കട്ടെ എന്ന് ഞാൻ പറയുമ്പോൾ എന്നോട് പറയും, ലാ തദ്രി മാ അഹ്ദസു ബഅദക, നബിയെ താങ്കളുടെ കാലശേഷം അവർ താങ്കളുടെ മതത്തിലേക്ക് എന്തെല്ലാമാണ് കൂട്ടിച്ചേർത്തത് എന്ന് നബിയെ നിങ്ങൾക്കറിയില്ല എന്നാണ്. നിങ്ങൾ വഫാത്തായ ശേഷം, നിങ്ങളുടെ കാലശേഷം, നിങ്ങൾ ദീൻ പഠിപ്പിച്ച് പോയതിനു ശേഷം ഈ മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർത്തവരാണ് ഇവർ എന്തെല്ലാം കൂട്ടിച്ചേർത്തുവെന്ന് നബിയെ നിങ്ങൾക്കറിയില്ല. അങ്ങനെ ചെയ്തവരാണ് അവർ വെള്ളം കുടിക്കാൻ, ഹൗദുൽ കൗസർ കുടിക്കാൻ അർഹരല്ല, അവകാശമുള്ളവരല്ല എന്ന് പറയപ്പെടുമ്പോൾ ഞാൻ പറയും, നബി തങ്ങൾ പറയാണ്, ഫഅഖൂൽ, അപ്പോൾ ഞാൻ പറയും, സുഹ്കൻ സുഹ്കാ ലിമൻ ബദ്ദല ദീനി മിൻ ബഅദി, എന്റെ കാലശേഷം എന്റെ മതം മാറ്റിമറിച്ചവൻ അവൻ നാശം, നശിക്കട്ടെ അവൻ എന്ന് ഞാനും പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരങ്ങളെ, ഒരു ചെറിയ കാര്യമല്ല ബിദ്അത്ത് എന്നർത്ഥം. ഉണ്ടാക്കുന്നത് ഒരു പുതിയ നിസ്കാരമായിരിക്കാം, നോമ്പായിരിക്കാം, ഒരു ഖുർആൻ പാരായണമായിരിക്കാം, ഒരു ദിക്റായിരിക്കാം, ഏതെങ്കിലും ഒരു പുതിയ ആചാരമായിരിക്കാം. എന്താ നല്ലതല്ലേ, ഏതായാലും പുരസ്കാരമല്ലേ, എന്തായാലും മദ്ഹല്ലേ, ഏതായാലും നല്ല കാര്യമല്ലേ എന്നൊക്കെ ന്യായം പറഞ്ഞ് ഇത്തരം കാര്യങ്ങളെ
നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഇത്ര വലിയ താക്കീതുകളാണ് നമുക്കുള്ളത് എന്ന് നാം ഗൗരവമായി മനസ്സിലാക്കുകയും എന്താണോ അല്ലാഹുവും റസൂലും അല്ലാഹുവിന്റെ ദീനായി നമ്മെ പഠിപ്പിച്ചത് അതുമാത്രം ദീനായി സ്വീകരിക്കാനും അത് ജീവിതത്തിൽ പ്രവർത്തിക്കാനും നാം പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരിമാർ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബിദ്അത്തിന്റെ ഗൗരവം കാരണം സ്വഹാബിമാർ മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ മുൻഗാമികളെല്ലാം ഇവിടെയൊക്കെ ഒരു ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുമ്പോഴും അവിടെയെല്ലാം അതിനെതിരെ ഗൗരവമായി പ്രതികരിക്കുകയും അതില്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായി നമുക്ക് കാണാനാകും. ഖവാരിജുകളും ഷിയാക്കളും ഖദരികളും ഒക്കെ രംഗത്ത് വരുമ്പോൾ സ്വഹാബിമാർ മരിച്ചു തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് അവർക്കെതിരെ മുൻപന്തിയിൽ നിന്ന് അവർക്കെതിരായി സമരം നയിച്ചത് സ്വഹാബിമാർ തന്നെയായി. പരസ്യമായി അങ്ങാടികളിലേക്ക് ഇറങ്ങി ഇത്തരം ആളുകളുമായുള്ള ബന്ധങ്ങളെപ്പോലും വിച്ഛേദിച്ചുകൊണ്ട് സ്വഹാബിമാർ നയം പ്രഖ്യാപിച്ചത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ശേഷം വന്ന തലമുറയും അങ്ങനെ തന്നെയാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ ബിദ്അത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ രചിക്കപ്പെട്ടു. ഏതൊക്കെ ബിദ്അത്തുകൾ കടന്നു വന്നുവോ അതേക്കുറിച്ചെല്ലാം താക്കീത് ചെയ്തുകൊണ്ട് കിതാബുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അറിയപ്പെട്ടിടത്തോളം ഈ വിഷയത്തിൽ മാത്രമായി ഒരു ഗ്രന്ഥം എഴുതിയത് ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ഇബ്നുൽ വല്ലാഹ് എന്ന് പറയുന്ന പണ്ഡിതനാണ്. കിതാബുൽ ബിദ്അ്, ബിദ്അത്തുകൾ എന്ന പേരിൽ തന്നെ അദ്ദേഹം ഗ്രന്ഥം എഴുതുകയും ബിദ്അത്തുകളുടെ നാനാവശങ്ങളെയും കുറിച്ച് അദ്ദേഹം കൃത്യമായി താക്കീത് ചെയ്യുകയും ആ കാലത്തുണ്ടായ ചില ബിദ്അത്തുകളെ അദ്ദേഹം എടുത്തു കാണിച്ചുകൊണ്ട് ഇതൊക്കെ ബിദ്അത്താണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ പണ്ഡിതന്മാർ വിവിധങ്ങളായ രൂപത്തിൽ ഈ വിഷയത്തിൽ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. മൊത്തത്തിൽ ബിദ്അത്തുകളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങളും ചില പ്രത്യേകമായ ബിദ്അത്തുകളെ പ്രത്യേകമായി എടുത്തു കാണിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും കാണാം. റജബ് മാസത്തിൽ വലിയ വലിയ അനാചാരങ്ങൾ സമൂഹത്തിൽ കടന്നു വന്നപ്പോൾ റജവുമായി ബന്ധപ്പെട്ട് മാത്രം ധാരാളം ഗ്രന്ഥങ്ങൾ റജബ് മാസത്തിലെ ബിദ്അത്തുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസകാര്യങ്ങളെ ബാധിക്കുന്ന ബിദ്അത്ത് രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ കിതാബുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു ബിദ്അത്ത് എങ്ങനെയാണ് ബിദ്അത്താവുക എന്നും അതിന് ദീനിയായ മാനദണ്ഡം എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇമാം ശാത്വബി ഹിജ്റ 700-കളിൽ എഴുതിയ ഗ്രന്ഥമാണ് കിതാബുൽ ഇഅ്തിസാം എന്ന പേരിൽ. എവിടെയാണ് ഒരു അമൽ ബിദ്അത്തായി മാറുക, അതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് വളരെ വിശദമായി അദ്ദേഹം വിശദീകരിക്കുകയും സ്വഹാബിമാരും താബിഈങ്ങളും അടക്കമുള്ളവർ ആ വിഷയത്തിൽ പറഞ്ഞ ധാരാളം ഉദ്ധരണികളെ അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ എടുത്തുദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് ലത്വായിഫുൽ മആരിഫ്
എന്ന പേരിൽ ഓരോ മാസങ്ങളിൽ കടന്നുവിടുന്ന അനാചാരങ്ങളെ കുറിച്ച് പ്രത്യേകമായി വിവരിക്കുന്ന ഗ്രന്ഥമാണ്. അറബി മാസത്തിലെ ഓരോ മാസമെടുത്തുകൊണ്ട് ആ മാസത്തിൽ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, ആ മാസത്തിൽ കടന്നു വന്ന ബിദ്അഇയായ കാര്യങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥമാണ് ലത്വായിഫുൽ മആരിഫ് എന്ന പേരിൽ. ആധുനിക കാലത്തും ധാരാളം കിതാബുകൾ ആ നിലയ്ക്ക് എഴുതപ്പെട്ടു. അൽ ബിദ്അഉൽ ഹൗലിയ എന്ന പേരിൽ ഒരു വർഷം നടക്കുന്ന മൊത്തം ബിദ്അത്തുകൾ, ഒരു കൊല്ലത്തിൽ മുസ്ലിമീങ്ങൾ ലോകാടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പുത്തനാചാരങ്ങൾ, പുതിയ പുതിയ ബിദ്അത്തുകളെ ഓരോന്നും വിശദീകരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ് അൽ ബിദ്അഉൽ ഹൗലിയ എന്ന ഗ്രന്ഥം. ജനാസയുമായി ബന്ധപ്പെട്ട് മാത്രം ഈ കാലഘട്ടത്തിലെ മുഹദ്ദിസുൽ അസ്ർ, ഈ കാലഘട്ടത്തിലെ ഹദീസ് പണ്ഡിതൻ എന്ന് ലോകം അംഗീകരിച്ച അല്ലാമ നാസുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ, അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അഹ്കാമുൽ ജനായിസി വ ബിദ്അഉഹാ. ജനാസയുടെ ഹുക്മുകളും ആ രംഗത്തുള്ള ബിദ്അത്തുകളും, ജനാസയുമായി ബന്ധപ്പെട്ട് ലോകത്തെവിടെയെല്ലാം എന്തെല്ലാം ബിദ്അത്തുള്ളതായി അദ്ദേഹം അറിഞ്ഞുവോ അതെല്ലാം അദ്ദേഹം ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഇതെല്ലാം ബിദ്അത്താണെന്ന് പഠിപ്പിക്കാനായി അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അഹ്കാമുൽ ജനായിസി വ ബിദ്അഉഹാ. 243 ബിദ്അത്തുകളെ അദ്ദേഹം ആ കിതാബിൽ എണ്ണി പറയുന്നു. മയ്യിത്തുമായി ബന്ധപ്പെട്ട് മാത്രം, ജനാസയുമായി ബന്ധപ്പെട്ട് മാത്രം ലോകത്ത് വ്യത്യസ്തമായ നാടുകളിൽ ഉള്ളതായി അദ്ദേഹം അറിഞ്ഞ, അദ്ദേഹത്തെ ശ്രദ്ധയിൽ വന്ന ബിദ്അത്തുകളെ മാത്രം എണ്ണി പറഞ്ഞുകൊണ്ട് 243 ബിദ്അത്തുകളാണ് ജനാസയുടെ വിഷയത്തിൽ മാത്രം അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ മശൂർ ഹസൻ സൽമാൻ റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയ ഖാമൂസുൽ ബിദ്അ, ബിദ്അത്ത് ഡിക്ഷണറി എന്നാണ് അർത്ഥം പറയാവുന്നത്. മൊത്തം ബിദ്അത്തുകളെ, ലോകത്ത് മുഴുവൻ നടക്കുന്ന ബിദ്അത്തുകളെ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് അത് ബിദ്അത്താണെന്ന് ഏതൊക്കെ കിതാബിൽ എവിടെയെല്ലാം മുൻഗാമികൾ രേഖപ്പെടുത്തി വെച്ചു വന്ന കിതാബുകളുടെ പേരും അടക്കം രേഖപ്പെടുത്തി വെച്ച ഗ്രന്ഥമാണ് ഖാമൂസുൽ ബിദ്അ, ബിദ്അത്ത് ഡിക്ഷണറി എന്ന പേര്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ അന്നത്തെ പണ്ഡിതന്മാർ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ തന്റെ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വിശദീകരണങ്ങൾ നൽകിയതായി കാണാൻ സാധിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അതൊക്കെ ഈ ശരിയായ ദീനിനെ എന്നും നിലനിർത്താനുള്ള പരിശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ്. തലമുറകൾ മാറി വരുമ്പോഴും അറിയാതെ ആളുകൾ ബിദ്അത്തിൽ പോയി ചാടാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയാണ് ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന ഭാഷയിൽ ഇത്തരം ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ദൗത്യ നിർവഹണങ്ങളൊക്കെ നമുക്ക് കൂടി വേണ്ടിയായത് തിരിച്ചറിയുകയും ശരിയായ ദീൻ എന്താണ് എന്ന് അന്വേഷിക്കാനും പഠിക്കാനും തയ്യാറാവുകയും ചെയ്യുക. അതല്ലാതെ എല്ലാവരും ചെയ്യുന്നുവല്ലോ, ഭൂരിപക്ഷം അങ്ങനെയാണല്ലോ, മഹൽ അങ്ങനെയാണല്ലോ, കാരണന്മാർ ചെയ്തു പോകുന്നത് അങ്ങനെയാണല്ലോ, ഞാൻ ഒരാൾ മാത്രം മാറി നിന്നാൽ എന്തു കാര്യമുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയൊന്നുമില്ല. അഹ്ലുസുന്ന എണ്ണം കുറഞ്ഞ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒറ്റപ്പെട്ട ആളുകളിൽ മാത്രം അഹ്ലുസുന്ന പരിമിതമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആദ്യകാല പണ്ഡിതന്മാരൊക്കെ അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെടുകയും ബിദ്അത്തിന്റെ ആളുകൾ രാജ്യം ഭരിക്കുന്ന നാടിനെ മഹാഭൂരിപക്ഷം ബിദ്അത്തിന്റെ ആളുകളായി മാറിയ സാഹചര്യം ഉണ്ടായപ്പോൾ അന്നൊക്കെ പഠിപ്പിച്ചത് കാണാം. ഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് അഹ്ലുസുന്നയുടെ ഒരാൾ മരിച്ചുവെന്ന് നീ അറിഞ്ഞാൽ നീ ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ നീ ഒരു സലാമെങ്കിലും പറഞ്ഞേക്കുക, കാരണം അത്രയും കുറവാകുന്നു. ഇന്ന് അഹ്ലുസുന്നയുടെ ആളുകൾ എന്നിവരെ അന്ന് പ്രയോഗിച്ച പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരുണ്ട് ചെയ്യാൻ എന്നല്ല നോക്കേണ്ടത്, എത്ര ആളുകളെ പിൻബലമുണ്ട് എന്നല്ല. ഞാൻ മാത്രം പറഞ്ഞിട്ട് എന്താ കാര്യം, ഞാൻ ഒറ്റപ്പെടുമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നാട് മുഴുവൻ അങ്ങനെയാണ്, മഹൽ ഒന്നിച്ചങ്ങനെയാണ് എന്ന ചിന്തയല്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ ദീനായി പഠിപ്പിച്ചത് അത് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് അതാണ് എനിക്ക് ജീവിതത്തിൽ പാലിക്കേണ്ടത് എന്ന നിർബന്ധ ബുദ്ധിയാണ് നമുക്ക് വേണ്ടത്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നു, ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകുനിൽ യൗമ ദീന. അന്ന് മതമല്ലാത്തത് ഇന്നും മതമാവുക ഇല്ല എന്ന. അന്നത്തെ കാലത്ത് നബി തങ്ങൾ വഫാത്താകുമ്പോൾ എന്താണോ ദീന് അത് മാത്രമേ എന്നും ദീനാവുകയുള്ളൂ. അന്ന് ദീനില്ലാത്ത ഒന്ന് പിന്നെ ദീനാവുക ഇല്ല എന്ന ആ വചനത്തെ നാം അടിസ്ഥാനമായി എടുക്കുകയും ശരിയായ ദീന് പഠിക്കാൻ, പ്രമാണങ്ങളിൽ പഠിക്കാൻ നാം സന്നദ്ധരാവുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന
حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.